പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയാണ്. മനോഹരമായ രാത്രിയുടെ നിശ്ചയങ്ങളൊക്കെയായി മൗതമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിശ്രമിക്ക് അധ്വാനിക്കുന്ന ബിഷപ്പന്മാരായ കർത്തദാസന്മാർക്കും എല്ലാവർക്കും കർത്താവിൻ്റെ തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രിയിൽ ഞങ്ങളുടെ മധ്യമായിരിക്കാൻ കർത്താവ് വലിയ വസനായി ഞാൻ കർത്താവിനെ വാഴ്ത്തിലൊട്ടിക്കുന്നു. കഴിഞ്ഞ പകലും രാത്രിയൊക്കെ കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ പ്രാർത്ഥനയുണ്ടായിരിക്കാം. ഈ സഭയുടെ അംഗീതനായ കർത്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ IPC ഷാർജ IPC ചർച്ചിൻ്റെ പാസ്റ്റർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ പ്രിൻസൺ M. തോമസ് അവരെ വളരെ നാളുകളായി സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെല്ലാം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം ഇവിടെ വെച്ച് ഒന്നിച്ചു കൂടാൻ കഴിയുന്നതിൽ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥന നമുക്ക് ദിവസമായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതാണ്. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ രാത്രിയുടെ നിശ്ചയതയ്ക്കായി വീണ്ടും വാഴ്ത്തുന്നു. അവിടുത്തെ അതിർത്തി സാന്നിധ്യത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇതുവരെ പാടി കർത്താവിനെ ആരാധിപ്പാൻ കൃതന്നു തുടർന്നും ദൈവാത്മാവിനോട് സംസാരിക്കണമേ. വലിയ ദൈവശക്തിയോടെ വ്യാപരിക്കണമേ. അവിടുത്തെ കരുതങ്ങളെ തുടരുന്ന രാത്രിയാകണമേ. ഒന്നിച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാതിരുന്ന ശക്തിയോട് സ്തോത്രം ചെയ്യാം. സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രമാണ്. സാധാരണക്കാരായ ചില വ്യക്തികളിൽ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ മറ്റൊരു പേര് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്നതിന് പകരം മറ്റൊരു പേര് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ്. പരിശുദ്ധാത്മാവ് വരും മുമ്പ് അപ്പോസ്തലന്മാർ സ്വന്തം പ്രാണനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം അവർ പ്രാണനേക്കാളധികം യേശുവിനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവ് വരും മുമ്പ് എടുത്തിയാട്ടക്കാരനായിരുന്നു പത്രോസ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശാന്ത സ്വഭാവമായി മാറി. പരിശുദ്ധാത്മാവ് വരും മുമ്പ് ധൈര്യഹീനരായിരുന്നു. ഒരു ധൂപകാരിയുടെ മുമ്പിൽ വെച്ചു, എൻ്റെ കണ്ണാണ്, എൻ്റെ മൂക്കാണ്, എൻ്റെ തലയാണ്, എൻ്റെ ശല്യം പള്ളിയാണ്, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പത്രോസ് തള്ളി പറഞ്ഞു. പക്ഷെ അഭിഷേകം പ്രാപിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശുവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു, മീനെ പിടിച്ച് കൊല്ലുക. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ജീവിപ്പിക്കുന്ന ശുശ്രൂഷയായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പരസ്യമായി സാക്ഷിക്കുന്നവരായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ എന്തു പറഞ്ഞാലും കണക്ക് പറയുന്നവരായിരുന്നു. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം, ഇത്ര രൂപയാകും. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം കണക്കിലധികം വിശ്വാസമുള്ളവരായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് ഇവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നായിരുന്നു അവിടെ ചോദ്യമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ഇവിടെ എന്ത് കിട്ടുമെന്നല്ല, ഞങ്ങളുടെ കർത്താവിന് വേണ്ടി എന്നാ ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് ജീവൻ രക്ഷിപ്പാൻ കൂടിയെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം അവർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു,
എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നിങ്ങൾ തല മേലായി ക്രൂശിച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ തല കീഴായി ക്രൂശിക്കുക. അവൻ്റെ പാദങ്ങൾ ചുംബിച്ച് ഞാൻ മരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വരുത്തുന്ന രൂപാന്തരം കണ്ടോ? കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നിരിക്കുന്നത്. ആ സാധ്യങ്ങളെ സാധ്യമാക്കാൻ വേണ്ടിയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഒന്നും ഒരു നാളും ദോഷം ചെയ്യുകയില്ല. ദാവീദിന്മേൽ ആത്മാവ് വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, അവന്റെ നന്മയെ അപകരിപ്പാൻ വന്ന സിംഹത്തെയും കരടിയെയും അവൻ വലിച്ചേറി കളഞ്ഞു. ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നിരിക്കുന്നത് നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചിടുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുക. പിന്നെ ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത് കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്നെ വീഴുവാൻ വരുന്ന പാപത്തിന്റെ പോകേച്ഛകളെ തകർക്കുവാനുള്ള അഭിഷേകം, വലിച്ചിടുവാനുള്ള അഭിഷേകം ദൈവം നിന്നെ മേൽ തന്നിരിക്കുന്നു. വാദവുമാക്ക് അലങ്കാരിച്ചാണ് ശക്തിയോടെ ദൈവത്തെ ദൈവം എന്റെ മേൽ അഭിഷേകം തന്നത് അന്ധകാര വ്യാപാരങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ്. എന്റെ പിടിക്കാൻ വരുന്ന പാപത്തിന്റെ ഭോഗേച്ഛകളെ തകർക്കാനുള്ള അഭിഷേകം ദൈവം എന്നെ തന്നിരിക്കുന്നു. നമ്മളെ എല്ലാവരും കരം പിടിച്ചാണ് ശക്തിയോടെ ആത്മാവിൽ ആരംഭിച്ചാണ്. രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താണെന്നും അതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളൊരു സാധാരണക്കാരനായ വ്യക്തിയായിരിക്കാം, പക്ഷെ അഭിഷേകം നിങ്ങളുടെ ചരിത്രം മാറ്റിയെടുക്കും. മകളെ, ഒരാളിന്റെ ഉള്ളിൽ ഇത് കയറിയാൽ ഈ ഒരാഴ്ചത്തെ ഉപവാസമൊക്കെ സക്സസ് ആയി കഴിയും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നത് വിജയമായി കഴിയും. അത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഏൽപ്പിച്ചു കൊടുത്താൽ ഈ നൂറ്റാണ്ടിൽ ദൈവം നിന്നെ കൊണ്ട് വലിയവ ചെയ്യും. നീ ആളും മാറിയവനെ പോലെയാകും. നീ ഒരു വിസ്മയമായി മാറും. നിന്നെ നീ തലമുറ ഒരു വിസ്മയമാക്കി ദൈവം മാറ്റും. നീ പാണ്ഡിത്യമില്ലാത്തവനായിരിക്കാം, നീ പേഴ്സണാലിറ്റി ഇല്ലാത്തവനായിരിക്കാം, നീ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയില്ലാത്തവനായിരിക്കാം, പക്ഷെ അഭിഷേകത്തിനായി നീ വിധേയപ്പെട്ടു കൊടുത്താൽ, പരിശുദ്ധാത്മ ശക്തിക്കായി നീ വിധേയപ്പെട്ടു കൊടുത്താൽ നീ ആളുമാറിയവനാണ്. ശക്തിയോടെ കരമണിച്ചാണ് അന്യഭാഷ ദൈവത്തെ സൂചിച്ചാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലക്ക് ആളുമാറിയവരായി മാറണം. പരിശുദ്ധാത്മ ശക്തിയുടെ വാഹകനായി നിങ്ങൾ മാറണം. ഇവിടെ വായിച്ചത് ചിതറിപ്പോയവർ അവിടവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരിയാപട്ടണം ചെന്ന് യേശുവിനെ പ്രസംഗിച്ചു. അവൻ ചെയ്തത് അനവധി അത്ഭുതങ്ങൾ നടന്നു. ഭൂതാത്മാക്കൾ ബാധിച്ച് വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, മുടന്തർക്ക് സൗഖ്യമായി. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. തുടക്കം ചിതറിപ്പോയവർ അവിടവിടങ്ങളിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാണ്. വസപ്രവൃത്തി 8-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു പീഡ സഭയ്ക്കുണ്ടാകുന്നു. വായിച്ചാട്ട് 8:1. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 8-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ട്. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. കണ്ടോ, അന്ന് സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സഭ ക്രിസ്തുവിന്റെ കാന്തയാണ്. സഭ ക്രിസ്തുവിന്റെ പട്ടമഹർഷിയാണ്. നിങ്ങൾ ജീവനോടിരിക്കുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ഭാര്യയെ തൊടാൻ നിങ്ങൾ സമ്മതിക്കുമോ? ആ കാലത്ത് സഭയ്ക്ക് വളരെ ഒരു ഉപദ്രവം നേരിട്ടു. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സഭയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു. സ്തോത്രം കേട്ടില്ല. കർത്താവ് അനുവദിച്ചു തൊടാൻ. അതിന് പർപ്പസ് ഉണ്ട്, കാരണമുണ്ട്. ഈ രാത്രി ഇവിടെ വന്ന എല്ലാ ദൈവമക്കളും ഓർക്കണം, നമ്മുടെ കർത്താവ് അറിയാതെ അനുവദിക്കാതെ നമ്മെ തൊടുവാൻ ഒരുത്തനും കഴിയില്ല. സഭയെ പീഡിപ്പിക്കണേ ദൈവം അനുവദിക്കണം.
ഒന്നേ, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എല്ലാവരും പറഞ്ഞാട്ട് കൈ ഉയർത്തി പറഞ്ഞേ, ഉയർക്കം പറ. നീ വലിഞ്ഞു കയറി വന്നതല്ലെന്നേ, തൻ്റെ ഇടം ഉണ്ടേ പറ. ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല, ഞാൻ ദൈവത്താൽ കൈ ഉയർത്തി പിടിച്ചേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ വിശേഷതയുള്ളവരാണ്. നിങ്ങളിലും എന്നിലും നിറവേറുന്നത് ദൈവഹിതമാണ്. നമ്മെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിയും കഴിയില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സഭ വിശേഷതയുള്ളവളാണ്. സഭയിൽ നിറവേറുന്ന ദൈവഹിതമാണ്. സഭയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിയും കഴിയില്ല. ഇനിയും കൈയൊന്ന് ഉയർത്തിപ്പൊടി. ഈ 4 കാര്യം ഒന്നിച്ച് പറ, വാ തുറന്ന് പറ, തൻ്റെ ഇടത്തൂടെ പറ, പിശാചികൾക്ക് പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. പറഞ്ഞാട്, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ വിശേഷതയുള്ളവനാണ്, ഞാൻ വിശേഷതയുള്ളവളാണ്. എന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്. എന്നെ തകർക്കാൻ ലോകത്തിനൊരു ശക്തിക്കും കഴിയില്ല. ഇനി കരമടിച്ച് ആരാധിച്ചുകൊണ്ട് പറ, പിശാചികൾക്ക് പറ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ, ഓൻ വലിയ കയറി വന്നവനല്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ രാജകീയ പുരോഗമനമാണ്, ഞാൻ വിശുദ്ധ വംശമാണ്, ഞാൻ സ്വന്തം ജനമാണ്, എന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ശക്തിയോടെ ആരംഭിച്ചോ. യേശുവിന്റെ നാമത്തിൽ പറ. തന്റെ ഇടത്തോട് പറ, എന്റെ കർത്താവ് അറിയാതെ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എന്നലയിലെ മൂടികളുമല്ല ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് ദൈവം. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. എന്താ മൂടികളുമെല്ലാം പീഡനം ദോഷം ചെയ്യുവാൻ കൈയിരിക്കയാൽ ആരും
ആരുമിൽ എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേടുന്നല്ല സംഹിതമാണെന്ന് ഞാൻ അറിയുന്നു. തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാവോ? അറിയാവോ? അറിയാവോ? അറിയില്ല. എന്നാൽ പിന്നെ തലമുടി എണ്ണയേക്കാന്ന് വിചാരിച്ച് നാളെ പോയി പരസ്യമായി തലമുടി എണ്ണരുതെന്ന് നിന്ന് വല്ലവരും നല്ലോടും കൊണ്ട് അഡ്മിറ്റാക്കുക. ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 4 ലക്ഷം തലമുടി നാര്. 4 ലക്ഷം തലമുടി നാരാണ്. വായിച്ചപ്പോഴേ പാട്ടിൻ്റെ അർത്ഥം പിടികിട്ടിയത്. 4 ലക്ഷം തലമുടി നാരിലൊന്നും നിലത്ത് വീണ എന്റെ ദൈവം അറിയുമെങ്കിൽ ഒരു തല മാത്രം തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു ഹൃദയം മാത്രമുള്ള ഹൃദയത്തിന്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു വയർ മാത്രമുള്ള വയറിന്റെ വിശുദ്ധതയും അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? കയ്യടിച്ചോ, സ്തോത്രം പറഞ്ഞോ ശക്തിയോട്. ഞാൻ പറയാൻ കാത്തു നിൽക്കണ്ട. ആത്മാവിനാകർച്ചോട് പറ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ പിശാചേ നിനക്ക് തൊടുവാൻ കഴിയില്ല. ശക്തിയോടെ പ്രവൃത്തി 28-ാം അധ്യായത്തിൽ 27-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കപ്പൽ ചേർത്തിൽ രക്ഷപ്പെടുന്നു. 28-ാം അധ്യായത്തിൽ ഒരു ദ്വീപിൽ അണയുന്നു. അവിടെ അസാധാരണ ശൈത്യം നിമിത്തം വിറകെടുത്ത് തീ കത്തിക്കുന്നു. അങ്ങനെ ഒരു വിറകെടുത്ത് അദ്ദേഹം ഇടുമ്പോൾ ഒരു രക്തയണലി അദ്ദേഹത്തിന്റെ കൈമേൽ കടിച്ചു തൂങ്ങുന്നു. പൗലോസിനെ നോക്കിയിരുന്നേ ദിവൻ അണലി. സ്തോത്രം. അടുത്ത പദം, അവൻ ചത്തു വീഴുമെന്നവർ കാത്തുനിന്നു. അവർ പറഞ്ഞൊരു പദമുണ്ട്, കണ്ടെങ്കിൽ വായിച്ച സ്തോത്രം. ഞാൻ എഴുതി തന്നിട്ടുണ്ട്, വായിച്ചു. കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിപ്പാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവനെ ആ ജന്തുവിനെ അരടിയുടെ പറഞ്ഞ പോലെ തീ എവിടെ കത്തുമോ അവിടെ നിന്ന് വിഷയന്തുക്കൾ പുറത്തു വരും. തീ കത്തുന്നിടത്ത് അണലികൾക്ക് ഇരിക്കാൻ കഴിയില്ല. അണലി പുറത്തു വരുമ്പോൾ ആ തീക്കകത്ത് നീ അവയെ കുടഞ്ഞു കളക. പൗലോസ് ഇപ്പം ചത്തു വീഴുമെന്ന് കാത്തു നിന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു ദേവനാ, ഇവൻ ദൈവത്തിന്റെ ദാസനാ. അതുവരെ പറഞ്ഞത് മാറ്റി പറഞ്ഞു. എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞു, അവൻ കടലിൽ രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ പറയുന്ന ഓരോ വാക്കും ഞാൻ പ്രവചനാത്മാവിലും പരിശുദ്ധാത്മാവിലും വിളിച്ചു പറയുക. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് സിയോൻ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നിൽ നിവർത്തിക്കാൻ പോകുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയത്രേ. നിന്റെ തലമുറയിൽ നിവർത്തിക്കാൻ പോകുന്നത് ഒരു ദേവന്റെ പദ്ധതിയല്ല, ഒരു ദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയത്രേ. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചു പറ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദേവനും ഒരു ദേവിക്കും സ്ഥാനമില്ല. ശക്തിയോടെ 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 Angala, Ragana, Lumana, Satana, Ragana, Udama, Ragadini, Hamduna, Udama, Shakoni, Satana, Dia. ഒരു ദേവനും കാര്യമില്ല, ഒരു ദേവിക്കും കാര്യമില്ല. നിന്നോടോ നിന്റെ കുടുംബത്തിന്മേലോ ഒരു ദേവനും അധികാരമില്ല, ഒരു ദേവിക്കും അധികാരമില്ല. കൈ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദുഷ്ട ശക്തിക്കും അധികാരമില്ല. എന്റെ മേൽ അധികാരമുള്ളവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഒന്നുകൂടെ കയ്യൊന്നടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറത്ത്. നിന്റെ മേൽ, നിന്റെ തലമുറമേൽ ഓട്ടത്തിരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറത്ത്, വിട്ടുമാറത്ത്. അവയ്ക്ക് ഇവിടെ സ്ഥാനമില്ല, കുടുംബത്തിന് സ്ഥാനമില്ല.
ദൈവമക്കളെ, നാം വിധിയിൽ വിശ്വസിക്കുന്നില്ല, ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നു. നാം കഷ്ടകാലങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ദൈവിക നടത്തിപ്പിൽ വിശ്വസിക്കുന്നു. നിന്റെ മേൽ രാഹുവിന് അധികാരമില്ല, ഹേതുവിന് അധികാരമില്ല, നക്ഷത്ര ഫലത്തിന് അധികാരമില്ല. ഇതൊക്കെ നോക്കുന്നെങ്കിൽ സൂക്ഷിച്ചോണം. നിന്റെ മേൽ അധികാരമുള്ളത് നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. നീ എവിടെ ജീവിക്കണം, എപ്പം വരെ ജീവിക്കണം, എവിടെ മരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പിശാചൊന്നും അല്ല, ദുഷ്ട പിശാചല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസറിനോട് പറ, ഹാർട്ട് അറ്റാക്കിനോട് പറ, ബ്ലഡ് പ്രഷറിനോട് പറ, ഞാൻ എവിടെ മരിക്കണമെന്ന് നീയല്ല തീരുമാനിക്കേണ്ടത്, എന്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ആരാധിച്ചോ, ശക്തിയോട് ദൈവത്തെ ആരാധിച്ചോ. ഞാനല്ല തീരുമാനിക്കുന്നത്, സാത്താനല്ല തീരുമാനിക്കുന്നത്, മന്ത്രവാദിയല്ല തീരുമാനിക്കുന്നത്, ആഭിചാരകല്ല തീരുമാനിക്കുന്നത്, ഞാൻ ആ വേദക്കാരല്ല തീരുമാനിക്കുന്നത്, തമ്പുരാനാ തീരുമാനിക്കുന്നത്. നമ്മിൽ നിറവേറുന്ന ദൈവഹിതമാണ്. അപ്പോൾ ദൈവം അനുവദിക്കാതല്ല പീഡനം. പീഡനം അനുവദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഭൂലോകത്തൊക്കെ സുവിശേഷം അറിയിക്കണമെന്നായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാണ്. ഭൂലോകം മുഴുവൻ പോയി സുവിശേഷം പറയാൻ വേണ്ടിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അവരെല്ലാം കൂടെ വിറ്റുപെറുക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇതാണ് സുഖം. ഒത്തിരി വാക്യങ്ങളുണ്ടെല്ലാം പറയാൻ നേരമില്ല. എല്ലാവർക്കും കൃപ ലഭിച്ചു. അപ്പോസ്തലർ 4:32, 35, അപ്പോസ്തലർ 2:43 മുതൽ 47 അവരെല്ലാം കൂടെ അങ്ങ് നിന്നു. ചിതറിപ്പോകേണ്ടവർ, ലോകമെന്തോ സുവിശേഷം അറിയിക്കേണ്ട സഭ, അവർ തന്നെ കൊട്ടിപ്പാടിയൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ അവരെ ചിതറിക്കാൻ ദൈവം അയച്ച പദ്ധതിയായിരുന്നു പീഡനം. ഒരു കാര്യം ഞാൻ പറയും, ഈ ദൈവകൃപ വ്യാപരിച്ചാൽ വിട്ടുപോകാൻ തോന്നില്ല. നമ്മൾ പലപ്പോഴും ഈ ക്ലോക്കെ നോക്കുമ്പോഴല്ലേ അറിയുന്നത് ഇപ്പോൾ സമയമായിരുന്നു. ദൈവകൃപ നിന്റെ സഭയ്ക്കകത്ത് ദൈവകൃപ വ്യാപരിച്ചാൽ, നിന്റെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. ദൈവകൃപ വ്യാപരിക്കാത്തിടത്ത് മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നും. നിങ്ങളുടെ ഹാളിൽ ദൈവശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ പോകുന്നറിയില്ല, മിനിറ്റുകൾ. നാം ഇവിടേക്ക് നന്ന് ദൈവം തമ്പുരാൻ പദ്ധതി ഇട്ടുവരെ ചിതറിക്കാൻ. ഇസ്രായേൽക്കാരോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട്. 4-ാം തലമുറ മിസ്രയീമിൽ നിന്ന് പുറപ്പെടണം. പക്ഷെ 4-ാം തലമുറയായപ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ അവസ്ഥയിലായി. ഈ മിസ്രയീം സുഖമാണ്, പിന്നെ കനാനത്തിന. ഇപ്പം നമുക്കും പറ്റിയതാ പ്രശ്നം. അത് സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു തവണയെങ്കിലും അത് കർത്താവിന് വരവ് പറയാതെ നിർത്തുന്നില്ല. എന്തൊക്കെക്കാർക്കും പറ്റിയ ഭാഷ മിസ്രയീം സുഖമാണ്, പിന്നെ കനാനത്തിന. അപ്പം പരദേശികളെന്ന് മറന്നിട്ട് കൂടാരക്കൂട്ടി ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുത്തെ ചുറ്റുള്ളിയൊക്കെ കഴിച്ച് ഇവിടെ കഴിഞ്ഞോളാം. അപ്പം ഇസ്രായേലും പരദേശികളെന്ന് മറന്നപ്പോൾ ഈ പീഡയെക്കുറിച്ച് ഞാൻ പറയാ. ദൈവം തമ്പുരാൻ യോസഫിനെ അറിയാത്ത ഫറവോനെ എഴുന്നേൽപ്പിച്ചു. ആട്ടി തുടങ്ങിയപ്പോൾ അവർ പാടി, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. മനസ്സിലായോ? നീ പരദേശി എന്ന് മറന്ന് ഈ മണ്ണിനോട് പറ്റുമാനം കൂടുമ്പോൾ നീ ഇവിടുത്തുകാരനല്ലെന്നറിയിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഈ അടി എന്തിനാണെന്നറിയാമോ? ഞാൻ ഇവിടുത്തുകാരനല്ല. ഇടയ്ക്കിടയ്ക്ക് ഇറാനും ഒക്കെ ഇളകുന്ന എന്തിനാണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഷെല്ലൊക്കെ വീഴുന്ന എന്തിനാണെന്നറിയാമോ? കോവിഡൊക്കെ വന്നിട്ട് എന്തിനാണെന്നറിയാമോ? ഇവിടെ നീ കൂടാരക്കുട്ടി അടിച്ച് താത്തോണ്ടിരിക്കരുത്. നീ ഇവിടുത്തുകാരനല്ല. എനി ടൈം കാഹളം ധ്വനിക്കുമ്പോൾ നീ ഉയർന്നു പറക്കാനുള്ളവനാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ, ശക്തിയോടെ കരപടിച്ച് ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ പരദേശിയാണ്, ഞാൻ അന്യനാണ്, ഞാൻ അത്രവാട് ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ പറക്കാൻ തടസ്സമാകരുത്.
അപ്പം ദൈവസഭയെ ചെതറിപ്പിക്കാൻ ദൈവം ചെയ്ത പദ്ധതിയായിരുന്നു പീഡനം. പിന്നെ പിശാച് വിചാരിച്ചത് സഭയെ ഇല്ലായ്മയാക്കാവുന്നതാണ്. എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ പീഡിപ്പിച്ചത് സഭയെ തകർക്കാനാണ്, സഭയെ ഇല്ലാതാക്കാനാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് മറിച്ചാണ്. ചിതറിപ്പോയവരെല്ലാവരും സുവിശേഷകരായി മാറി. അതുപോലെ അപ്പോസ്തലന്മാരുള്ളായിരുന്നു. ഫിലിപ്പോസിന് സുവിശേഷകനോ അപ്പോസ്തലനോ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം ഒരു അപ്പോസ്തലൻ ചെയ്യാത്ത സുവിശേഷം അല്ലെങ്കിൽ വരാൻ പോവുകയാണ്, ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ വീണ്ടും ഓരോ സെന്റൻസിലും ദൂതനോട് പറയാ, ദൈവത്തിന്റെ സഭയെ, ദൈവ പൈതലെ, നിനക്കും നിന്റെ തലമുറയ്ക്കും ദോഷ്ടപിശാച് വിരോധമായി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ എന്റെ കർത്താവിന് കഴിയും. ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എനിക്കെതിരായി എന്റെ തലമുറയ്ക്കെതിരായി, എന്റെ സഭയ്ക്കെതിരായി പിശാച് ചെയ്യുന്നത്, തിന്മയായി ചെയ്യുന്നത് പോലും നന്മയാക്കി പരിവർത്തനം ചെയ്യാൻ എന്റെ കർത്താവിന് കഴിയും. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, മോനെ നീ ചെയ്യാന്നൊക്കെ ചെയ്തോ, അതെന്റെ ദൈവം നന്മയാക്കി പരിവർത്തനം ചെയ്യും. അതായത് സഭയെ പീഡിപ്പിച്ചത് സഭയെ തകർക്കാനാ. പക്ഷെ സഭ തകർന്നില്ല, സഭ വ്യാപിച്ചു. കൈസറുടെ അരമനയിലുള്ളവർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഇവിടെ നിന്ന് പീഡിപ്പിക്കാൻ ഓർഡറിട്ടോ അവിടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങി. കൈസറുടെ പട്ടാളത്തിലുള്ളവർ വന്ദനം ചൊല്ലുന്നു. എതിരായി ചെയ്യുന്നത് പോലും നന്മയാക്കുന്ന ദൈവമുണ്ട്. മോശക്കുഞ്ഞിനെ നീലനദിയിലിട്ടത് കൊല്ലാനാ. പാപ്രസ് ചെടികൾ ഇടതോർന്ന് വളരുന്ന നൈൽ നദിയുടെ കൊച്ചുശാഖയിൽ ദൈവത്തിന്റെ ദാസനായ മോശെ ഇട്ടു. കരഞ്ഞുകൊണ്ടായിരിക്കും ഒരിട്ടത്. കാരണം എന്നാണെന്നറിയാമോ? അവിടെ മുഴുവൻ ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. നല്ല നീലനദിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൽ പോയിട്ടുള്ളവരൊക്കെ പോയിട്ടുണ്ട്. ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. മനുഷ്യ മാംസത്തിന്റെ ഗന്ധം അടിച്ചാൽ പെട്ടി തകർത്തതിനെ അടിച്ചുകൊണ്ട് ചീങ്കണ്ണി പോകും. എന്നിട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കും. അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് നോക്കി ഇവൻ എന്തു ഭവിക്കുമെന്ന്. ഒത്തിരി തവണ നീ കേട്ടതാണേലും ഇന്ന് രാവിലെ ഒന്നുകൂടെ ഈ രാത്രി ദൈവം നിന്നോട് പറയാ, നിനക്ക് എന്ത് ഭവിക്കും, നിന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും, നിന്റെ സഭയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോവുകയാണ്. ശക്തിയോട് നിങ്ങൾ യാതൊരു സാധനം ദൈവത്തിന്റെ ദാസ, നിനക്ക് എന്ത് ഭവിക്കും, നിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് ഭവിക്കും, നിന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ ദൈവവചനം നിനക്ക് വേണ്ടി വെളിപ്പെടും. ചീങ്കണ്ണികളുടെ വികാരരംഗമായ നീലനദിയിലേക്ക് മോശക്കുഞ്ഞിനെ അപ്പനും അമ്മയും പെങ്ങളും ഒക്കെ ഉമ്മ കൊടുത്തൊഴുക്കി വിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാജ്ഞ നീലനദിയുടെ ആഴങ്ങളിലേക്ക് പാഞ്ഞുപോയി, തൊട്ടുപോകരുതെന്ന്. നിനക്ക് വേണ്ടി അവൻ ചീങ്കണ്ണികളോട് കൽപ്പിക്കും. ഓ, സ്തോത്രത്തിന്റെ ശക്തി പോരാ. നിനക്ക് വേണ്ടി അവൻ അധികാരികളോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ ഭരിക്കുന്നവനോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ രാജാക്കന്മാരോട് കൽപ്പിക്കും. നിനക്ക് വേണ്ടി അവൻ നേരധികാരോട് കൽപ്പിക്കും. ഈ വചനം കേൾക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ, ദൈവദൂത് കേൾക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന നിനക്ക് വേണ്ടി അവൻ ഈ രാത്രിയോട് കൽപ്പിക്കോ. ശക്തിയോട് ദൈവത്തെ സൂക്ഷിച്ചോ. നിനക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കും. മേലധികാരോട് കൽപ്പിക്കും. നിന്റെ മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർക്കാരിനോട് കൽപ്പിക്കും. തൊട്ടുപോകരുതെന്ന് ചീങ്കണ്ണിയോട് കൽപ്പിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ ആര് വന്നു? ആര് വന്നു? ഫറവോന്റെ പുത്രി വന്നു. ഈ പ്ലാൻ എ, പ്ലാൻ ബി, പിശാചിന്റെ പദ്ധതി. ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ട ആര് കൊല്ലണം? ഫറവോന്റെ പുത്രി കൊല്ലണം.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അന്ന് ഫറവോന്റെ പുത്രി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുമായിരുന്നോ? പറ. നിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്റെ വാനല്ല ദൈവത്തിന്റെ പദ്ധതി. ഇവൾ കണ്ടപ്പോൾ ആദ്യം പറയേണ്ടത് വാളെടുക്കുവീൻ, വെട്ടുവീൻ എന്നാണ്. അല്ല, പണ്ട് നീലനദിയുടെ ആഴങ്ങളിലേക്ക് ഇവനെ വലിച്ചെറിവീൻ എന്നാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അവൾക്ക് അവനോട് അലിവ് തോന്നി. ചീങ്കണ്ണിയോട് കൽപ്പിച്ച ദൈവം ഫറവോന്റെ പുത്രിയോട് കൽപ്പിച്ചു, തൊട്ടുപോകരുത്. എനിക്ക് വിശ്വാസമുള്ള സ്തോത്രം പറഞ്ഞു. ഈ വിശ്വാസത്തോടെ രാവിലെ പറഞ്ഞു, സകല പരിസ്ഥിതികളിൽ നടുവിൽ നീ ഒരു അത്ഭുതം ചെയ്യും. ഓരോ സാധ്യതയും ശക്തിയോടെ സ്തോത്രം പറഞ്ഞു, ആരാധിച്ചു. യേശുവിന്റെ നാമത്തിൽ പറ, ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലരോട് ദൈവം കൽപ്പിക്കും, തൊട്ടുപോകരുത്. തൊട്ടുപോകരുത്. അവനെ തൊട്ടുപോകരുത്. അഭിഷേകത്തിലെ തൊട്ടുപോകരുത്. അവർക്കൊരു ദോഷവും ചെയ്യരുത്. ആരാധിക്കുന്നതിനെ, പ്രാർത്ഥിക്കുന്നതിനെ തൊട്ടുപോകരുതെന്ന് ദൈവച്ചനോട് കൽപ്പിക്കും. പിശാചിന്റെ പദ്ധതിയൊക്കെ ദൈവം പൊളിക്കുന്നത് കണ്ടോ, അഴിക്കുന്ന കണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയാ, നിയോഗമുള്ളവൻ ചീങ്കണ്ണിയുടെ വയറ്റിൽ തീരില്ല. നിയോഗമുള്ളവൻ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ തീരില്ല. നിയോഗമുള്ള നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും നീ അവിടെ നിന്നും തീരില്ല. അതിനപ്പുറത്തായി ദൈവം നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ അപ്പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ അപ്പുറത്ത് കൊണ്ടുവരുമെന്ന് പറ. നിന്റെ പദ്ധതിക്കല്ല അപ്പുറത്ത് തന്നെ ദൈവം കൊണ്ടുവരുമെന്ന് പറ. പിശാചേ, നീ ഒരുക്കുന്ന പദ്ധതികൾക്ക് അപ്പുറം എന്റെ കുഞ്ഞിനെ കൊണ്ടുവരും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറ ദൈവം പിശാചിന്റെ പദ്ധതിക്ക് അപ്പുറം കൊണ്ടുവരും. മോശയുടെ പെണ്ണൽ കണ്ടപ്പോ ഞെട്ടി. ഇടിവെട്ടേറ്റവന്റെ തലയിൽ കാലിൽ പാമ്പ് കടിച്ചവരായി. ചീങ്കണ്ണി നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അടുത്ത ശത്രുവിന്റെ കയ്യിലായി. പക്ഷെ അവൾക്ക് അലിവ് തോന്നി. നിന്റെ പ്ലാനല്ല ദൈവത്തിന്റെ പ്ലാൻ. മോശ കുഞ്ഞ് ജനിക്കും മുമ്പ്, ഫറവോൻ ജനിക്കും മുമ്പ്, ഫറവോന്റെ പുത്രി ജനിക്കും മുമ്പ്, അനാദികാല നിത്യതയിൽ തമ്പുരാനൊരു പ്ലാനിട്ടിരുന്നു. മോശ കുഞ്ഞിനെ കൊല്ലണമെന്ന് ആരോർഡറിട്ടോ അവന്റെ വീടിന്റെ മുറ്റത്ത് അവന്റെ ചെലവിൽ മോശ കുഞ്ഞ് പിച്ച വെച്ച് നടക്കണം. ദൈവത്തിന്റെ പദ്ധതിയാ. രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് അരുളപ്പാട് അറിയിക്കുന്നു, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. നിന്നെക്കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ എന്റെ ദൈവം തകർത്ത് കളയും. ദൈവത്തിന്റെ പദ്ധതികൾ വിജയിക്കുന്നില്ലേ? മോശക്കുഞ്ഞിനെ എന്തിന് ദൈവം ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഒറ്റ മറുപടി, മിസ്രയീമിലെ സകല ജ്ഞാനവും മോശ അഭ്യസിക്കണമെങ്കിൽ അവൻ കൊട്ടാരത്തിൽ ചെല്ലണം. ആദ്യം നിനക്ക് തോന്നും ചിലതൊക്കെ വേദനയാണ്, ചിലതൊക്കെ പ്രയാസമാണെന്ന്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു കരുതലോടെ മോശക്കുഞ്ഞിനെ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ജയിപ്പിച്ച് ആദ്യം ചീങ്കണ്ണിയുടെ കയ്യിൽ അവിടെ ചാകുമെന്ന് വിചാരിച്ചു. അവിടെ നടന്നല്ലാതെ വന്നപ്പം ഫറവോന്റെ പുത്രിയുടെ കൈ കൊടുത്തു. അവൻ വിചാരിച്ചത് ഇതോട് തീർന്ന. പക്ഷെ തീർന്നില്ല. ഇസ്രായേലിലെ സകല ജ്ഞാനവും അഭ്യസിച്ച് ഇസ്രായേലിന്റെ നേതാവ് ഇറങ്ങി വന്നു. ഒന്നുകൂടെ പറയാം, നിനക്കും നിന്റെ തലമുറയ്ക്കും എതിരായി പിശാച് ചെയ്യുന്നത് പോലും നന്മയാക്കി അവൻ പരിവർത്തനം ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലായത്, നിനക്ക് തിന്മയായി ഭവിക്കുന്നതും നന്മയാക്കുന്ന ദൈവമുണ്ട്.
പൗലോസിനെ പലവട്ടം കാരാഗ്രഹത്തിലിട്ടു, ജയിലിലിട്ടു. പൗലോസിനെ ജയിലിലടച്ചത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാനാണ്. അങ്ങനെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് 4 ലേഖനങ്ങൾ എഴുതി. ആ ലേഖനങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ. ഏതൊക്കെയാണ് ആ ലേഖനങ്ങൾ? എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോന്റെ ലേഖനം. 4 ലേഖനം. എന്നെ അതിശയിപ്പിക്കുന്ന വസ്തുത, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. കഷ്ടിച്ചാറടിയോ അതിനൊക്കെ പഠിച്ചുകൊണ്ടിരിപ്പില്ലേ? ഒരാൾക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാൻ ചവപ്പെട്ടിയുടെ വീതിയുള്ള, അതിനപ്പുറം ഇല്ല. ചങ്ങലധാരിയായാണ് പൗലോസ് കിടക്കുന്നത്. കാവൽക്കൂട്ടമുണ്ട്. പക്ഷേ ഈ കാവൽക്കൂട്ടങ്ങളുടെ നടുവിൽ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന വയോവൃദ്ധൻ കുത്തിക്കുറിച്ചു 4 ലേഖനങ്ങൾ. ഇവൻ എന്തായി കുറിക്കുന്നതെന്ന് പടയാളിക്ക് മനസ്സിലായോ മോനെ? ഇല്ല. റോമൻ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായോ? ഇല്ല. നിരത്തി ഞാൻ പറയാം, ശത്രു കാണാത്തൊരു മറവിടം ദൈവം നിനക്കായി ഒരുക്കും. ശത്രു കാണാത്തൊരു ഒളിവിടം ദൈവം നിനക്കായി ഒരുക്കും. റോമൻ പടയാളികൾക്ക് മനസ്സിലായില്ല ഈ വയോവൃത്തൻ കുത്തിക്കുറിക്കുന്നത് എന്താണെന്ന്. അധികാരികൾക്ക് മനസ്സിലായില്ല. കർത്താവിൻ്റെ മടങ്ങി വരവ് ഭൂമിയിലുള്ള ദൈവസഭയ്ക്കുള്ള ആധികാരിക ലേഖനങ്ങൾ ഈ അഭിഷക്തനെ കൊണ്ട് കാരാഗ്രഹം വെച്ച് എഴുതിപ്പിച്ചു. 4 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരതെ ഒരുക്കി ചൂടാറാതെ ലേഖനം കൊണ്ട് പായാൽ അവന്മാർ കണ്ടുപിടിക്കും മുമ്പ് അതും കൊണ്ട് അവർ ഓടി. 4 സ്ഥലങ്ങളിലേക്ക് അവർ ഓടി. അല്ലോ, മനസ്സിലാകുന്നുണ്ടോ? വിചാരിച്ച പൗലോസിനെ ബന്ധിച്ചിട്ടാൽ സുവിശേഷം ബന്ധിയിരുന്നെന്നാ. പക്ഷെ അതിനപ്പുറത്തായി ദൈവത്തിൻ്റെ ഭക്തി ഒരുക്കപ്പെട്ടു. പ്രൈസ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ചെളിയിൽ വിടരുന്നതിന് മനോഹാരിത വലുതാണ്, മുള്ളി വിടരുന്നതിന് സൗരഭ്യം കൂടുതലാണ്. കാരാഗ്രഹം വെച്ചിട്ട് ലേഖനങ്ങളുടെ ശക്തി വലുതാണ്. എതിരായി ചെയ്യുന്നത് പോലും നന്മയാക്കുന്നൊരു ദൈവമുണ്ട്. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞത്, ഉപദിയാ പറഞ്ഞത്, എൻ്റെ യജമാനൻ നിന്നെ അന്വേഷിക്കാത്തിടവില്ലെന്നാ. ആഗാവ് ഏലിയാവിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ആഗാവിൻ്റെ മൂക്കിന് താഴെ ആരുണ്ടായിരുന്നു? ഏലിയാവ്. അതാ ഞാൻ ഒന്നുകൂടെ പറയാം, പിശാച് കാണാത്തൊരു മറവിടം ദൈവം നിനക്കായി ഒരുക്കും. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയുള്ള ദൈവം. നാം വായിച്ചത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ വാക്യം വായിക്കാം. ഫിലിപ്പോസ് ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. വായിച്ചേ 8:4 വായിച്ചാട്ട്. 8-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 8:4 വായിച്ചാട്ട്. ഇവിടെ 2 പദങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 ഫിലിപ്പോസ്, 2 ശമരിയ പട്ടണം. ഫിലിപ്പോസ് ശമരിയ പട്ടണം ചെന്ന് യേശുവിനെ പ്രസംഗിച്ചു. ആരാണ് ഫിലിപ്പോസ്? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഉപേക്ഷിക്കാൻ വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്കാക്കാം. ഏത് വേലയ്ക്ക്? ഭക്ഷണം വിളമ്പാൻ, വരവ് ചെലവ് കാര്യം നോക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിൽ വന്ന് സൂക്ഷിച്ചിട്ടിരിക്കാം, നിങ്ങൾ വരണ്ട. മേശമേലുള്ള ശുശ്രൂഷയ്ക്കായി വരവ് ചെലവ് കാര്യം നോക്കാം, ഭക്ഷണം വിളമ്പാൻ തിരഞ്ഞെടുക്കണം. പക്ഷേ എനിക്ക് അവരുടെ ക്വാളിഫിക്കേഷനാണ്, അതാണ് ഭയങ്കര. വാസ്തവം 6ാം നൂറ്റാണ്ടിലെ സഭയിൽ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട, വരവ് ചെലവ് നോക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട, ഭക്ഷണം വിളമ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാ. അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ളവർ. പിന്നെ അപ്പുറത്തോട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വായിച്ച് ആരൊക്കെ? അങ്ങനെ അവരെ തെരഞ്ഞെടുത്തു. അടുത്ത വായിച്ച്.
വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അടുത്തത് ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും. അപ്പൊ അതിലൂടെ രണ്ടുകൂടായി. 3 എണ്ണം മുമ്പേ പറഞ്ഞു ക്വാളിഫിക്കേഷൻ. അപ്പൊ എന്തൊക്കെ ക്വാളിഫിക്കേഷനായി? ഒന്ന് സിസ്റ്റർ, എന്തൊക്കെയാ? വിശ്വാസവും പരിശുദ്ധാത്മാവും തികഞ്ഞ വിശ്വാസവും പരിശുദ്ധാത്മാവും. മുമ്പേ പറഞ്ഞ നല്ല സാക്ഷ്യം. അത് 7 പേരുണ്ട്. അതിന് 2 പേരാണ് സ്തെഫാനോസും ഫിലിപ്പോസും. അപ്പൊ ഈ സഭയുടെ പ്രത്യേകത, മേശമേൽ ശുശ്രൂഷിക്കാൻ പോലും തിരഞ്ഞെടുക്കപ്പെട്ടവൻ അഭിഷേകമുള്ളവനായി, വിശ്വാസമുള്ളവനായി, നല്ല സാക്ഷ്യമുള്ളവനായി. മനസ്സിലാകുന്നുണ്ടല്ലോ? വെളിവും തെളിവില്ലാത്തവനൊന്നും സെക്രട്ടറിയും ഖജാൻജി ആകരുതെന്നാണ്. ഗോത്രം പോയ ഓക്കെ. അത് ആഗോള സഭയുടെ കാര്യം ഉൾപ്പെടെയാണ് പറഞ്ഞത്. ദൈവസഭയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവൻ നല്ല സാക്ഷ്യം, കുറഞ്ഞ പക്ഷേ അതെങ്കിലും വേണ്ടേ, അതെങ്കിലും വേണ്ടേ നല്ല സാക്ഷ്യം. പണ്ട് കുമ്മനാട് കൺവെൻഷന് പന്തലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനെ കുഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സാറപ്പച്ചൻ നൂണിസാറി എന്നിട്ട് ചോദിച്ചു, പേരെന്തോടാ മോനെ? എന്നാ പേരാ? പന്തലിന് കുഴിക്കുക. അഭിഷേകം പ്രാപിച്ചതാണോ? അല്ല, പോയി അഭിഷേകം പ്രാപിച്ചിട്ട് വരാൻ പറഞ്ഞു. പന്തലിന് കുഴിക്കാൻ. ഞാൻ കണ്ട ഡ്യൂമനപ്പച്ചനൊക്കെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുപ്പിച്ചടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു, നീ അഭിഷേകം പ്രാപിച്ചതാണോടാ? അല്ല, നീ പോയി അഭിഷേകം പ്രാപിച്ചിട്ട് വന്ന് പൊട്ടിയാൽ മതി. ഓക്കെ. ഞാൻ ഒരിക്കലും നമ്മുടെ ഒരു വലിയ കൺവെൻഷനിൽ പറഞ്ഞു, ഇവിടെ ഇപ്പം രുദ്രാക്ഷമാല ഇട്ടവൻ അടിച്ച് പെരുപ്പിക്കുന്നത്, അവൻ അടിച്ച് പെരുപ്പിക്കുന്ന കേട്ട് വേണം നമ്മൾ ആത്മാവിലാകാൻ. സഹോദരൻ, കാർത്തയറടി കെട്ടിയാലും നല്ല കുഞ്ഞുങ്ങൾക്കായത് ശ്രദ്ധിക്കും. അതായത് അമ്പയർ അടിച്ചതിലും ആരാധിക്കുന്നുള്ളതിലും ദൈവകൃപയുള്ളവരെ നിരത്തി നിർത്തണം. ഇതിൻ്റെ ഏത് വലിയ കൺവെൻഷനായാലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ എഴുന്നേറ്റ് നിൽക്കില്ല. എങ്ങാണ്ട് ഞാനിത് പ്രസംഗിച്ച് വെട്ടിയിട്ടിട്ട് ഒരുത്തിനിട്ട് കൊണ്ടോട്ട് ഒരുത്തൻ്റെ പ്രസംഗം കേട്ടില്ലയോ, ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടായോ? ഇവിടെ രുദ്രാക്ഷമാലക്കാരനല്ലടാ ദൈവസന അടിക്കേണ്ടത്. എല്ലാവരും കയറി ഇറങ്ങാനുള്ള പ്ലാറ്റ്ഫോം അല്ല ദൈവസഭ. എല്ലാവരും കയറി നിരങ്ങാനുള്ള ഇടമല്ല ദൈവസഭയുടെ പ്ലാറ്റ്ഫോം. ഇത് അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടതാ, ഇത് ദൈവകൃപയുള്ളവൻ ചെയ്യേണ്ടതാ, ഇത് നിയോഗം പ്രാപിച്ചവൻ ചെയ്യേണ്ടതാ. ശക്തിയോടെ കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇത് കൃപയുള്ളവനാ ചെയ്യേണ്ടത്. എല്ലാവരും കയറി ഇറങ്ങാനുള്ളതല്ല സഭ. അഭിഷേകം പ്രാപിച്ചവൻ അതൊക്കെ ചെയ്യണ്ടേ. ഞാൻ ഈയിടെ പെരുമ്പാവൂരം കണ്ട് പ്രസംഗിച്ചു, വൈറലായി. ഞാൻ പറഞ്ഞു, ഈ കാലത്തെ സഭകൾക്ക് ഭക്തനെ വേണ്ട മിടുക്കനെ മതി, വിശുദ്ധനെ വേണ്ട വിരുദ്ധനെ മതി, ആത്മഗുണനെ വേണ്ട തന്ത്രശാലിയെ മതി. എന്നാൽ ദൈവത്തിനാവശ്യം, ദൈവസഭയ്ക്കാവശ്യം മിടുക്കനെയല്ല ഭക്തനെയാണ്, വിരുദ്ധനെയല്ല വിശുദ്ധനെയാണ്. ദൈവം ഒരു ശുദ്ധീകരണം അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും ഭാവിയുടെയും ഗലിയുണ്ടായിത്തീരും. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. ലോകവ്യാപകമായ ദൈവസഭയിൽ ദൈവം ശുദ്ധീകരണം അയക്കാൻ പോകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഫിലിപ്പോസിന്റെ പ്രത്യേകത, നിങ്ങൾ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഈ മൈക്കിന്റെ പച്ചയും നിങ്ങളുടെ സ്തോത്രവും കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ച് എങ്ങനെ ഒക്കും ഇത്. എനിക്കാണെങ്കിൽ ഉറക്കം തൂങ്ങിയൊന്നും പ്രസംഗിക്കാൻ അറിയത്തുമില്ല. പ്രസംഗിക്കുന്ന ശക്തിയോട് പ്രസംഗിച്ചിരിക്കണം അല്ലേ. അത് അവർ പറഞ്ഞ്, നിങ്ങളിങ്ങോട്ട് വരണ്ട, നിങ്ങൾ മേശമേൽ ശുശ്രൂഷിച്ച് കാര്യമൊക്കെ നോക്കിയിരുന്നോ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ശുശ്രൂഷിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം വിളമ്പാനും പലവിധ കണക്ക് നോക്കാനും ഒക്കെയാ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ 2 പേർ, ഒന്ന് സ്തെഫാനോസ്, മറ്റൊന്ന്
ഫിലിപ്പോസ്. പേര് പറയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത സൂക്ഷകൾ ദൈവം അവരിലൂടെ ചെയ്തു. ഇവിടെ ഓരോ വാക്കും പ്രവചിക്കുകയാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവേദനെ, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും, എവിടൊക്കെ ഒതുക്കാൻ നോക്കിയാലും, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങി പോകുകയില്ല. ലോകത്തിൽ ആർക്കും നീ ഒതുക്കാൻ കഴിയില്ല. ഒരു പ്രിസ്പെക്ടറിക്കും ഒതുക്കാൻ കഴിയില്ല. ഒരു കൗൺസിലിനും ഒതുക്കാൻ കഴിയില്ല. ഒരു സെൻട്രൽ ക്ലാസ് ഒതുക്കാൻ കഴിയില്ല. ഒരു പ്രസിഡന്റിനും ഒരു സൂപ്രണ്ടിനും ഒരു ഓവർസിയർക്കും അഭിഷേകമുള്ളതിനെ ഒതുക്കാൻ കഴിയില്ല. ശക്തിയോട് ആരാധിക്കൂ. എന്നറിയോ? ദൈവം നിന്നെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ മെത്രമ പകർന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ അഭിഷേകം ഇട്ടിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം നിന്നെ രംഗത്ത് കൊണ്ടുവരും. ആരെവിടൊക്കെ ഒതുക്കാൻ നോക്കിയാലും അഭിഷേകമുള്ളവൻ ഒതുങ്ങിപ്പോകില്ല. ഇവരൊക്കെ ഒതുക്കാനായിരുന്നു എന്നെ, ഞാൻ ഒതുങ്ങിയതിനെ വാസനെ. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവകൃപയുണ്ടെങ്കിൽ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇവിടെ നിന്നൊക്കെ നിന്നെ തള്ളി മാറ്റിയാലും, ഏതൊക്കെ മൂലയ്ക്ക് നിന്നെ ഒതുക്കാൻ നോക്കിയാലും ദൈവം നിന്നെ പോക്കി മുന്നിൽ കൊണ്ട് നടത്തും. അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. അവന്റെ ബലമുള്ള ഫലത്തിൽ നീ താണിരുന്നു കൊള്ളുക. നിന്നെ അവൻ തക്ക സമയത്ത് ഉയർത്തും. തക്ക സമയത്ത് ഉയർത്തും. നിന്നെ എതിർക്കുന്നവരുടെ മീതെ ഉയർത്തും. ഒരു ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വന്ന ശമൂവേൽ പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല. ദാവീദിനെ അപ്പൻ ഇഷ്ടപ്പെട്ടില്ല. ദാവീദിനെ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദാവീദിനെ ശൗലിന് ഇഷ്ടപ്പെട്ടില്ല. ദാവീദിനെ ഫെലിസ്തീന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. നിന്നെ ആർക്കും ഇഷ്ടമല്ലേലും ദൈവത്തിന് ബോധിച്ച അവൻ ഉയർത്തിയിരിക്കും. ദൈവം ഉയർത്തിയാട്ടെ. സ്തോത്രം പറഞ്ഞേ. ദൈവത്തമ്പുരാൻ ശമൂവേലിനോട് പറഞ്ഞു, പൊക്കമോ മുഖം ഒന്നും നോക്കരുത്, നീ എന്ന് ഞാൻ പറയുന്നതിനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ തൈലമൊക്കെ എടുത്തോണ്ട് കൊമ്പൊക്കെ എടുത്തോണ്ട് അവിടെ ചെന്നപ്പോൾ ഇതാ പുള്ളിയുടെ മൂത്ത ചെറുക്കൻ്റെ വരുന്നത് ഏലിയാബ്. അവൻ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പുള്ളി പറയുന്നതല്ല അതുപോലെ നിവർത്തിക്കുന്ന എഴുതിയിരിക്കുന്നത്. ഇതാ കോവിഡ് മുമ്പാകെ ദൈവത്തിൻ്റെ, അതും പ്രവാചകനും തെറ്റുപറ്റും. അഭിഷേകൻ തമ്പുരാൻ പറഞ്ഞിടാവേ, നിന്നോടല്ലേ പറഞ്ഞത് പൊക്കോ മുഖോ നോക്കല്ലെന്ന്. ഞാനിവനെ കണ്ടിട്ടില്ല. പുള്ളി അടിമാടന്മാരെ എല്ലാം കൊണ്ടുവന്നു. അവരിൽ പട്ടാളക്കാരല്ലേ, എല്ലാവരും നിരന്ന് നിന്നു. തമ്പുരാൻ നോ. അവസാനം ചോദിച്ചു, നീ ആരെങ്കിലും ഉണ്ടോളൂ നിന്റെ വീട്ടിൽ? ഇനി ആരും ഉണ്ടോ? വിശ്വസ്തനെ എല്ലായിടത്തും തഴയും. പക്ഷെ ദൈവം അവനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം ഇവിടെ നിന്നും ഞാൻ ഓരോ വാചകം പറയുന്നത് ദൈവശക്തി. അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം വിട്ടുവിട്ടോണം. ഇതൊക്കെ പോണം അങ്ങോട്ട്. ഇനി ആരെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരുത്തനുണ്ട്, ഇതിനൊന്നും കൊള്ളില്ല. ഇതിനൊന്നും കൊള്ളില്ല. അതുകൊണ്ട് അവനെ ആടിനെ മേയ്ക്കാൻ പറ്റില്ല. ശമൂവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ല ഞാൻ പന്തിയിലിരിക്കില്ല. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പലയിടത്തും പറഞ്ഞ് നിന്നോട് പറയാം, നിന്നെ ആരെല്ലാം ഇവിടെ നിന്നെല്ലാം വെട്ടിയാലും ദൈവം നിനക്ക് ടിക്കറ്റ് നീ നിൽക്കുന്നിടത്ത് ഏതെല്ലാം ലിസ്റ്റിൽ നിന്ന് നീ വെട്ടപ്പെട്ടാലും നീ ഒഴിവാക്കപ്പെട്ടാലും സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് ടിക്കറ്റാൽ നീ നിൽക്കുന്നിടത്ത് നിന്നിരിക്കും. ദൈവയുടെ കരങ്ങൾ അടിച്ചോ. സ്വത്രം ആത്മാവിൽ കുതിച്ചുകൊണ്ട് ദൈവത്തെ ശ്രദ്ധിച്ചിട്ട് പറ. ആരുടെയൊക്കെ ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും, ആരുടെയൊക്കെ സ്ട്രോങ് ലിസ്റ്റിലോ ലോങ് ലിസ്റ്റിലോ നീ ഇല്ലെങ്കിലും, തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നീ രംഗത്ത് വരും.
ശമൂവേൽ പ്രവാചകന്റെ ലോങ് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ദാവീദില്ലായിരുന്നു. അപ്പന്റെ ലിസ്റ്റിലായിരുന്നു, തമ്പുരാന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. നമ്മളൊക്കെ പലരുടെയും ലിസ്റ്റിൽ ഇല്ലായിരുന്നു, ദൈവത്തിന്റെ ലിസ്റ്റിൽ. എന്നൊഴികൾ പൂവിൽ കാതിലെങ്കിൽ, എന്നൊഴികൾ പൂവിൽ കാതിലെങ്കിൽ, ജന്മയായി തുറന്നകാറുന്നുണ്ടു സ്വർഗത്തിൽ. അന്ധകാരത്താൽ എഴുതി, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമോ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമോ, മങ്ങിടാത്ത കണ്ണെനിക്കുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കും. ഓ ഭൂമയർക്കുള്ള സ്നേഹം, ഓ ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങി പോകുമ്പോ, ചിടാത്ത സ്നേഹമുണ്ടു സ്വർഗത്തിൽ, ക്ഷാമേശിടാത്ത സ്നേഹം. ഓ എൻ മൊഴികൾ പാടില്ലെങ്കിലോ, എൻ മൊഴികൾ ചെന്നൈയായി തുറന്നുണ്ട് സ്വർഗത്തിൽ, ചെന്നൈയായി തുറന്നു. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ല. നിന്നെ ദൈവം രംഗത്ത് കൊണ്ടുവരും. ആരെവിടക്ക് ഒഴിവാക്കാൻ നോക്കിയാൽ ദൈവം കണ്ടവനെ ഒതുക്കാൻ ആർക്കും കഴിയില്ല. കൈ ഉയർത്തി ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. സമയത്ത് ഞാൻ ഏത് വിഷയം എടുത്താലും നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് എഴുതിയിരിക്കുന്ന ശമരിയ പട്ടണം എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു ഫിലിപ്പോസ്, രണ്ടാമത് ശമരിയ പട്ടണം. എന്താ ശമരിയ പട്ടണത്തിന്റെ പ്രത്യേകത? യഹൂദന്മാർക്ക് ശമര്യരുമായി സംസർഗമില്ലായിരുന്നു. യേശു കർത്താവ് പ്രത്യേകം പറഞ്ഞു, യെരൂശലേമിലെ യഹൂദിയിലും ശമരിയിലും കയറണമെന്ന്. അവരവിടെ കയറുന്നില്ലായിരുന്നു. യേശു ശമരിയക്കാരിയായി സംസാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പം അവളെന്താ പറഞ്ഞ്? നീ യഹൂദനായിരിക്കെ എന്നോട്, ശമരിക്കാരത്തെ എന്നോട് വെള്ളം ചോദിക്കണം. അവർക്ക് സമ്പർക്കമില്ല. സുവിശേഷത്തിന് ജാതിയില്ല, സ്വതന്ത്ര കേട്ടില്ല. സുവിശേഷത്തിന് മതമില്ല, വർണ്ണ വ്യത്യാസമില്ല. സുവിശേഷം ജാതിക കോട്ടകളെ ഇടിക്കുന്നതാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാൽ സ്വതന്ത്രം. സുവിശേഷം ചില ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ദൈവസഭ എല്ലാ വക മീനും പിടിക്കുന്ന വലിയ വലയാണ്. ദൈവസഭ ഭൂമിയിലെ എല്ലാ വക മൃഗജാലങ്ങളും ഇടജാതിയും നിറഞ്ഞ തൂപ്പെട്ടിയാണ്. ദൈവസഭ നാഹിയുടെ പെട്ടകമാണ്. അതിലെല്ലാ ജാതി മൃഗങ്ങളുണ്ട്. ദൈവസഭയിൽ സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശത്തിലും പെട്ടവരുണ്ട്. എൻ്റെ മാസ്റ്റർ പീസാണ് നോഹയുടെ കാലം. നിങ്ങൾ അറിയാം, ചിലപ്പോൾ നിങ്ങൾ കാണാം നോഹയുടെ കാലം പുസ്തകവും പ്രസംഗവും. നോഹയുടെ വൃത്തിൻ്റെ പ്രത്യേകത അതിനകത്ത് എല്ലാ ജാതി മൃഗവും ഉണ്ടെന്നുള്ള. ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, ഉള്ളിപ്പുലിയുണ്ട്, മാവുണ്ട്, മയിലുണ്ട്, എല്ലാം ഉണ്ട്. ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായിരിക്കും. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? സ്നാനപ്പെടാത്ത ആരെങ്കിലും അത് വന്നിട്ടുണ്ടോ? നിങ്ങൾ കൂടുന്ന പള്ളിയിൽ ഒരു ജാതിക്കാരെ ഉള്ള എൻ്റെ അർത്ഥം നിന്റെ സഭ ദൈവസഭയല്ല. ദൈവസഭയാകുന്ന ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീരുമ്പോഴാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് NSS ഉണ്ട്, SNDP ഉണ്ട്, യാക്കോബയുണ്ട്, മർത്തോമയുണ്ട്, CSA ഉണ്ട്, CMSA ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചതാണ് ദൈവസഭ. ഒന്ന് കൈയടിച്ച് ശബ്ദയോട് സ്വതന്ത്രം പറഞ്ഞു. ദൈവസഭയാണ് ഞാൻ വരുമ്പോ സകല ഭാഷകൾ, സകല വംശങ്ങൾ. കേരളത്തിലെ ചില സഭകൾക്ക് ഇന്നവരെ വേണ്ട, ഇന്നാരെ മതി.
നീ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇന്നാര് വരരുത്, ഇന്നാരെ തലകറക്കക്കാരെ ഇവിടെ വരരുത്, നീ എന്തിനാ ഹോസ്പിറ്റൽ തുടങ്ങി? ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ വയ്യ. ഹോസ്പിറ്റലാണോ തുടങ്ങിയത്? എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. സൗദി അറേബ്യയിൽ 4-5 വട്ടം ഞാൻ പ്രസംഗിക്കപ്പെട്ടത്. സൗദി അറേബ്യയിൽ മക്കയിലോട്ട് തിരിയുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ ഈ റോഡിലോട്ട് കയറുന്നത്. കേരളത്തിലെ ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം അറിയാം, ചിലയിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. നമ്മുടെ കർത്താവ് അത്ര നല്ലവനാണ്. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തോളം ഏത് നിമിഷവും നിനക്ക് അടുത്തില്ല. ചെറുപ്പമില്ല, വലിപ്പ ചെറുപ്പമില്ല, ആണ് പെണ്ണ് വ്യത്യാസമില്ല. കൃപയ്ക്കായ അപ്പച്ചായ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ പാതാന്തിയെ ചെല്ലാൻ നമുക്ക് സ്വാതന്ത്ര്യം പുത്രസ്വീകാര്യം തന്നു. കൈയടിച്ചാട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്. യേശു ക്രിസ്തുവിന്റെ മാർഗത്തിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല. അത് സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. വിശേഷ പ്രസംഗങ്ങളിൽ ഞാൻ പറയാം, വിളിച്ചു പറഞ്ഞിട്ട് സകല മുസ്ലിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പി. യേശുക്രിസ്തുവിന്റെ മാർഗം സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെല്ലും മുമ്പ് മറ്റു 2 മിടുക്കന്മാരൂടെ പോയതാണ്. ഒന്നും നടന്നില്ല. അതെങ്കിലും കൂടെ വായിക്കാം. ലൂക്കോസ് വിശേഷം 9:51 വായിച്ചാട്ടെ. ലൂക്കോസ് 9:51. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടാൻ ശമരിയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കുക. അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും. അപ്പൊ ഫിലിപ്പോസ് മുമ്പ് ആരവിടെ പോയേ? ഹലോ, ആരാ പോയേ? യാക്കോബും യോഹന്നാനും. 2 വൻപന്മാർ. എന്നെ നോക്കിയിരുന്നേ പിന്നെ വായിച്ചാൽ മതി. 2 വൻപന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്തേക്കാണ് അഭിഷേകമുള്ള ഫിലിപ്പോസ് എന്ന പട്ടണം ഇളകി. രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നേക്കാൾ പേരും പെരുമയുമുള്ളവൻ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ശക്തിയോട് ദൈവത്തെ ആനന്ദിച്ചാണ്. എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്മരിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നിന്നേക്കാൾ പ്രസിദ്ധന്മാർ പോയിട്ട്, നിന്നേക്കാൾ ഉന്നതന്മാർ പോയിട്ട്, വേദശാസ്ത്ര ഡിഗ്രി ഒത്തിരിയുള്ളവർ പോയിട്ട് ഒന്നും നടക്കാത്തടത്ത് കൃപയുള്ള നിന്നെ അയച്ച്, അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. വിശ്വാസത്തോടെ സ്തോത്രം പറ. വിശ്വാസത്തോത്രം പറ. നിനക്ക് വേദശാസ്ത്ര ഡിഗ്രി ഇല്ലെങ്കിലും, നിനക്ക് ബൈബിൾ പ്രഭാഷണത്തിന് മികവില്ലെങ്കിലും, നിനക്ക് വൈഭവമില്ലെങ്കിലും, ഉന്നതന്മാരെ കൊണ്ട് സാധിക്കാത്തത് അഭിഷേകമുള്ളവനെ കൊണ്ട്, കൃപയുള്ളവനെ കൊണ്ട് സാധിക്കും. 2 ഉന്നതന്മാർ പോയിട്ട് യാക്കോബും യോഹന്നാനും പോയിട്ട് ഒന്നും നടന്നില്ല. നിർത്തിയിടത്തുനിന്ന് വായിച്ചേ സഹോദര. അല്ലല്ല, നിർത്തിയിടത്തുനിന്ന് വായിച്ചാൽ മതി. എല്ലാം വായിക്കാൻ നേരമില്ല. ഇതവന്റെ സഹോദരൻ, അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് വായിച്ചോ. കർത്താവേ, വായിച്ചോ. ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങിയവരെ നശിപ്പിക്കുവാൻ ചോദിച്ചു. അടുത്തത് ആര് തിരിഞ്ഞു? യേശു തിരിഞ്ഞു, അവരെ ശാസിച്ചു. ഇങ്ങനെ ശാസിച്ച് ശാസിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന ശക്തി കൂട്ടി ശാസിച്ചാലേ താത്താൻ പോത്തണം. ചിലരൊക്കെ ചിന്തിച്ചേക്കുന്ന ഇംഗ്ലീഷ് ശാസിച്ചാലേ കൂടി പോത്തണം. ഐ കാസ്റ്റ് ഔട്ട് എ ഡീമൻ എന്നാണ്. താത്താൻ പറയും, ഇയാൾ ആദ്യം പോകും, പിന്നെ ഞാൻ പറഞ്ഞു. ചിലർക്ക് ചിന്ത ഇംഗ്ലീഷ് താത്താനും പേടിയാണ്. നിന്റെ എത്ര ഭാഷ അവനറിയാം. പണ്ടത്തെ 2ാം ക്ലാസ്സുകാരൻ യേശുവിന്റെ നാമത്തിൽ ഫോബിഷാജ് എന്ന് പറഞ്ഞപ്പം അവൻ അലറി ഓടിയില്ലേ. അഭിഷേകമാ കാര്യം, ദൈവകൃപയാ കാര്യം. ഈ പുള്ളിക്കാരൻ പറയാ ആകാശത്തുനിന്ന് തീ ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന്. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? യാക്കോബും യോഹന്നാനും. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞേ? നിങ്ങൾ ഏതാ, ഇത് കണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേന്നേ അവർക്ക്, നിങ്ങൾ ഏതാത്മാവിന്. അപ്പം കർത്താവിന്റെ കൂടെ നടന്നു ഇപ്പൊ എന്നാ കയറി?
ഇപ്പം എന്നാ കയറി ധൈര്യമില്ലേ പറയട്ടെ. അതന്നെ ഈയിടെ അവിടുത്തെ പ്രസംഗിച്ച ശാശി കയറി. ശാശി മുച്ചിമാരൊക്കെ പറഞ്ഞ അതായത് നമ്മുടെ ഈ ഒക്കാവിൽ നിന്നവർക്കറിയാമല്ലോ, ശാശി കയറി. ആരുടെ കൂടെ നടന്നവർക്ക്? കർത്താവിൻ്റെ കൂടെ നടന്നവന് സാത്താൻ കയറിയെന്ന്. എടാ, കർത്താവിൻ്റെ കൂടെ നടന്നവന് സാത്താൻ കയറിയെങ്കിൽ വല്ലപ്പോഴും സഭായത്തിന് വരുന്നതിന് കയറാതിരിക്കുമോ? കർത്താവ് തിരിഞ്ഞ് അതാ ആത്മാവ് വിവേചനം ഉണ്ടാണ് ഭാവിശാലി എന്ന് പറഞ്ഞു. ആരെയാ ശാസിച്ചേ? ഇതുപോലെ കർത്താവ് വേറെ ആളെ ശാസിച്ചു. ആ സമയം പോയി വേറെ ആളെ ശാസിച്ചു. ആരെയാ? പത്രോസിനെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ കർത്താവ് അന്ന് മുതൽ ആദ്യം കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പലരും പലരെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിമോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മലയാളി വന്നിട്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് പറഞ്ഞു, പറയുവാണ്, ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ വിളിച്ചു. ഇത്രയും പറഞ്ഞുള്ളൂ. ഉള്ളി 90 ഡിഗ്രി അങ്ങ് പൊങ്ങിയുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഈ പൊക്കലാ കുഴപ്പം. പൊക്കലും പൊങ്ങലും കുഴപ്പമാണ്. അതെ, ഒരു പാട്ട് നല്ലപോലെ പാടിയാൽ, നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചാൽ പൊങ്ങരുത്. ദൈവം നിന്നെ ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ കമ്പാദത്തിൽ വീടുവാണ്. എൻ്റെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച പലരും എന്തേ സ്റ്റേജ് അടക്കി വാണവരൊക്കെ എന്തേ? നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഞാൻ ഈയിടെ കുറിച്ചു ഇങ്ങനെ പലതും ഞാൻ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതും നമ്മളെ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതുമായ ഒരു സ്വഭാവമാണ് അഹങ്കാരം. നമുക്കൊട്ടുമില്ലെന്ന് നമുക്കതും തോന്നുന്നതും നമ്മളെ കാണുന്നവർക്ക് പെട്ടെന്ന് അറിയുന്നതുമായ സംഭവമാണ് നീളം. അഹങ്കരിക്കരുത്, നീകളിക്കരുത്. നല്ലൊരു പാട്ട് പാടിയാൽ, നല്ലൊരു പ്രസംഗം നടത്തിയാൽ, ദൈവശക്തി വ്യാപരിച്ചാൽ നിനക്കല്ല മഹത്വം ദൈവത്തിനായിരിക്കണം. നല്ല പ്രസംഗത്തിന്റെ ക്രെഡിറ്റ് ഉച്ചഭാഷണിക്കല്ല, പ്രഭാഷകനാണ്. എന്നാൽ ഇവിടുത്തെ ഒരു നല്ല പ്രഭാഷ ക്രെഡിറ്റ് പ്രസംഗിയനല്ല, പരിശുദ്ധാത്മാവിനാണ്. നല്ല പ്രസംഗി എന്നല്ല പറയേണ്ടത്, നല്ല പരിശുദ്ധാത്മാവി എന്ന് പറയണം. ഡിയൽമോളി ശക്തമായി പ്രസംഗിച്ചു, ആത്മവ്യാപാരം ഉണ്ടായി. എനിക്ക് ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താൻ തോന്നിയോ? അതുപോലെ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു, നിങ്ങളും അനുഭവിച്ചില്ലേ? അല്ലേ? നിർത്താൻ തോന്നിയില്ല. ഞാൻ പിടിച്ചു നിർത്തുകായിരുന്നു. ഞാൻ പോയിടത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവസാന്നിധ്യം ഞാൻ ഇറങ്ങാം. ഡിയൽമോളി പ്രസംഗിച്ചു, ഭയങ്കര ദൈവശക്തി സാന്നിധ്യം ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഓ എന്തോ ഒരു പ്രസംഗമായിരുന്നു ഡിയൽമോടി പറഞ്ഞു, ഇയാള് ഇപ്പോഴല്ലേ പറഞ്ഞേ, ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നപ്പോഴേ സാത്താനെൻ്റെ ചെവി പറഞ്ഞതാണ് ഞാൻ. പൊങ്ങരുത്. എന്താ പറയാൻ പറഞ്ഞു, ബലവാനാശിമോനെ നീ ഭാഗ്യവാൻ. മറ്റേ ഞാൻ പറഞ്ഞ വാക്യം അടുത്തൊന്ന് വായിക്കേ. കർത്താവ് അടുത്തത് എന്തോ എന്നറിയാമോ? അന്ന് മുതൽ അവൻ യെരൂശലേമിൽ ചെന്ന് അവൻ പീഡ സഹിക്കാൻ പോവാ, കഷ്ടപ്പെടാൻ പോവാ. ഇതെല്ലാം പറയാൻ തുടങ്ങി. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ 21 മുതലാണ് ഇത് പറഞ്ഞ. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാ കൊല്ലപ്പെടുകയും അടുത്തത് ഉടനെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ കണ്ടില്ലേ ഫ്രണിക്കാൻ ഇങ്ങോട്ട് സമയം പോയി. ഉടനെ പത്രോസ് കർത്താവിനെ കൈക്ക് ഇങ്ങോട്ട് പിടിച്ച് കർത്താവിനെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് എന്താ പറഞ്ഞേ? കർത്താവേ, അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ. ആരെ ശാസിച്ചെന്ന? പുള്ളി കർത്താവിനെ ശാസിക്കുക. കർത്താവിനെ ശാസിക്കാൻ അങ്ങനെ ഇതൊക്കെ പുള്ളി പൊങ്ങി. പുള്ളി ഇപ്പം നിലത്തൊന്നും അല്ലെന്ന് എനിക്ക് വായിച്ചാ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട് എന്നെ വിളിച്ച, നീ വിട്ടുപോടാ, ദൈവദാസന്മാർ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ജാതിക്കുക, എൻ്റെ പൊന്നെ ഇവിടെങ്ങാനും ഇങ്ങനെ ഇതൊന്നും പറയാനിട്ട് നിൽക്കുന്നില്ല. കാല് പിടിച്ച് കൈ പിടിച്ചു ഒക്കെ നിർത്തുന്ന ഞാനൊരു സഭാസൂഷാൻ എനിക്കറിയാം. ചിലപ്പോൾ ദൈവം ശാസിക്കും,
നിന്നെ അല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിനെയാണ്. ആ ശാസനയ്ക്ക് തിരിഞ്ഞവൻ മാളിക മുറിയിൽ നിന്ന് പ്രസംഗിച്ചു 3000 നേടി. ശാസിച്ചൊറ്റ ശാസനം പോയിശാലേ. അവസരം കൊടുത്താൽ ഏത് അപ്പോസ്തലനിലും പിശാച് കയറും, ഏത് പ്രവാചകനും കയറും, ഏത് പ്രസംഗിലും കയറും. സാത്താൻ ഇടം കൊടുക്കരുത്. അവൻ വിനാശക പർവ്വതമാകുഞ്ഞേ, അവനോട് എതിർത്ത് നിൽക്കണം. അവൻ നിങ്ങളെ വിട്ടോടിപ്പോ. 9 ചെന്നിട്ടൊന്നും നടക്കാത്തത് ഈ ദൈവകൃപയുള്ളവൻ ചെന്നു എക്സോർട്ട് ചെയ്യുന്നു. അവിടെ ഇളകി അശുദ്ധാത്മാക്കൾ വിട്ടോടുവാൻ തുടങ്ങി. കൂട്ടസ്നാനങ്ങൾ നടന്നു. അപ്പോൾ അവിടെ സംഭവം ഉണ്ടായി. അതോടെ വായിച്ച് നിർത്തിട്ട് സ്വത്രം വായിച്ചേ. എന്താ അവിടെ സംഭവം ഉണ്ടായത്? അതുപോലെ ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ 8-ാം അധ്യായം എടുത്തു. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ അടുത്തത് സ്നാനമേറ്റു. ശിമോൻ താനും സ്നാനമേറ്റ്. അടുത്തത് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും കൊണ്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാല് ഭ്രമിച്ചു. അവിടെ 2 തവണ അവൻ ഭ്രമിപ്പിച്ചെന്നുണ്ട്. അവൻ അതുവരെ ജനത്തെ പറപ്പിച്ചുകൊണ്ടിരുന്നവനാ, അതുവരെ ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നവനാ. എന്നാൽ അഭിഷേകങ്ങൾ അവൻ അവിടെ ചെന്ന് ദൈവശക്തി ആവരിച്ചപ്പോൾ അവൻ വിറച്ചു. അവൻ വിറയ്ക്കാൻ തുടങ്ങി. രാത്രി ഞാൻ അവസാന വാക്കായി പറയാം, നീ മന്ത്രവാദിയെ കണ്ടു വിറയ്ക്കരുത്. മന്ത്രവാദി നിന്നെ കണ്ടു വിറയ്ക്കണം. നീ ആഭിചാരകനെ കണ്ടു വിറയ്ക്കരുത്. ആഭിചാരകൻ നിന്നെ കണ്ടു വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ടു വിറയ്ക്കരുത്. ശുദ്രക്കാരൻ നിന്നെ കണ്ടു വിറയ്ക്കണം. നിന്നോടുകൂടെ ഉള്ളവന്റെ ശക്തി നിനക്ക് ഇതുവരെ അനുകൂലം. ഞാൻ വടക്കേണ്ടി പാസ്റ്റർമാരുടെ ക്ലാസ്സിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റേഴ്സെ, നിങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ, കേരളത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ജംഗ്ഷനിലൂടെ പോകുമ്പോൾ, വിശുദ്ധ വചനവുമായി നിങ്ങൾ നടക്കുമ്പോൾ, അവിടെ വെച്ചിരിക്കുന്ന വെച്ചുപൂജകളിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുള്ളവന്റെ ശക്തി അവന് മനസ്സിലാക്കി തുടങ്ങും. അവൻ വിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈയടിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഭയങ്കര ശക്തിയുണ്ടെന്ന് പറയുന്നിടത്തിൽ പാവപ്പെട്ട അടുത്ത് എങ്ങും വീട് അന്വേഷിച്ച് വാടക വീട് കിട്ടാതെ വന്ന് അവസാനം അതിനപ്പുറത്ത് ആ പറഞ്ഞ ആളിൻ്റെ അടുത്ത് ഈ പാവപ്പെട്ട ദൈവദാസനും പിള്ളേരോട് വന്ന് താമസിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ടൊരു ഉണങ്ങിയ തമ്പീറും വെച്ച് അടിച്ചു പാടിയത് പിള്ളേരെ ഇരുത്തി. അതൊക്കെയായിരുന്നു ആദ്യം. അതിലേക്കൊക്കെ എനിക്ക് കയറണമെന്നുണ്ട്. രാവിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ വീട്ടിൽ? സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പിള്ളേരെ ഇരുത്തി പാട്ടുണ്ടോ? ആരാധനയുണ്ടോ? എല്ലാ കല്യാണം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉണ്ട്. കയ്യും പൊങ്ങുന്നില്ല ഇപ്പോൾ. സഹോദരം, ഈ പാവപ്പെട്ടവൻ പിള്ളേരെ വിളിച്ചിരുത്തി കായ് അടിച്ച് മുട്ടുമെന്ന് ആരാധന തുടങ്ങി. ആരാധന ശക്തിപ്പെട്ടു. അവർ രാവിലെ പോയിട്ടും പിള്ളേരെ ആരാധിക്കുക. അങ്ങനെ വന്നപ്പം മറ്റേടത്ത് പുള്ളി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. പ്രശ്നം വെച്ചപ്പം പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു ആരാധന ഇവിടെ വന്നിരിക്കുന്നു. ഈ ആരാധനയുടെ മുമ്പിൽ എനിക്കിരിപ്പാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഭവനത്തിൽ ദൈവശക്തി വെളിപ്പെടുമ്പോൾ ഒരു വ്യാപാരത്തിൻ്റെ നിന്റെ ഭവനത്തിൽ ആരാധന ഉയർപ്പോ, ദൈവശക്തി ഉയരുമ്പോ, പരിശുദ്ധാത്മശക്തി വെളിപ്പെടുമ്പോ ഒരു ഒറ്റ ശക്തിക്കും അതിന്റെ പരിയം പുറത്തിരിക്കാൻ കഴിയില്ല. കാരണം എന്നറിയാമോ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചെന്ന് പറയാൻ പോവാ. പറഞ്ഞത് നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ കൈ ഉയർത്തി പറ, വലിയവനാണ്. ഉത്തരം പോലെ ശക്തി വലിയവനാണ്. വലിയവനാകുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം.
അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. ഈ രാത്രി ദൈവത്തെ ആരാധിക്കും ദൈവവിധനെ. നമ്മോടുകൂടെ ഒരുത്തരേ ഉള്ളൂ, അവരോടുകൂടെ 303 കോടിയുണ്ട്. പക്ഷെ നിന്റെ കൂടെയുള്ള ഒരുത്തൻ അവരോടുകൂടെയുള്ള 303 കോടിയേക്കാൾ വലിയവനാകുന്നു. വലിയവൻ 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 അവനേവനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. നിന്റെ കൂടെയുള്ള ഒരുവൻ മറ്റുള്ളവനേക്കാൾ വലിയവൻ. വടിയെടുത്തുകൊണ്ട് ഫറവോന്റെ മുമ്പിൽ നിന്നു. തമ്പുരാൻ പറഞ്ഞു, വടി താഴെയിടണം. ഉടനെ എന്താകും? സർപ്പമാകും. വടി കൊണ്ടിട്ട് പാപ്പായി. ഉടനെ ഫറവോൻ ചോദിച്ചു, ഇത്രയുള്ളൂ? സകല മന്ത്രവാദികളെ വിളിച്ചെന്ന്. സകലം. അപ്പൊ ഏകദേശം എത്ര എണ്ണം വന്ന് കാണും? ഒരു ഏകദേശം കുറഞ്ഞത് നിങ്ങളുടെ ചിന്ത എത്ര മന്ത്രവാദി വന്ന് കാണുമെന്ന്? ഒരു 500 വന്ന് കാണത്തില്ലേ? സമ്മതിക്കാമോ? 250 വന്ന് കാണില്ലേ? അല്ലേ? കുറഞ്ഞത്. കാരണം തീറ്റി കൊടുത്തിട്ടേക്കല്ലേ. യവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് അവന്മാരുടെ വടിയെല്ലാം കൂടി ഇട്ടപ്പോൾ എന്തായി? ഫറവോന്റെ വടി ഒരു പാമ്പ് ഇവിടെ കിടക്കുന്നു. അവന്മാരിങ്ങോട്ട് 500 എണ്ണമെങ്കിൽ 500 എണ്ണം വന്ന് 500 പാമ്പ് കിടക്കുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ഫറവോന്റെ വടി 500 എണ്ണത്തെ വിഴുങ്ങി. നിന്റെ കൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനെ കയ്യൊന്ന് പിടിച്ച് ഉയർത്തിക്ക്. എല്ലാ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് ദുഷ്ടപിശാചികൾക്ക് എന്ന് രാത്രി പിടിച്ചു. നമ്മോട് കൂടെ ഉള്ളവൻ പറഞ്ഞാട്ട്, നമ്മോട് കൂടെ ഉള്ളവന് അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ഒരു വാക്യമുണ്ട്, അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ. പക്ഷെ ലജ്ജിച്ച് അമ്പരന്ന് പോകും. വിഗ്രഹത്തെ സേവിക്കുന്നവനെല്ലാം ഒന്നിച്ചു നിൽക്കട്ടെ, അവർ ലജ്ജിച്ച് അമ്പരന്ന് പോകും. ദൈവമേ, നിന്റെ പേരും അഡ്രസ്സും എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും നിന്നോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിന്റെ വീട്ടിൽ നീ തന്നെ ഉള്ളെങ്കിലും, ദൈവത്തെ സേവിപ്പാൻ നിന്റെ ദേശത്ത് തന്നെ ഉള്ളെങ്കിലും, നീ തന്നെ നിവർന്ന് നിൽക്കുക. അവർ അമ്പരന്ന് പോകും. നീ ലജ്ജിക്കാൻ ദൈവം ഇവിടെ വരില്ല. അനക്കടിച്ച് ദൈവത്തെ ശ്രമിക്കാം. എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ഈ അഭിഷേകത്തിന് അധികാരമുണ്ട്. അഭിഷേകത്തിന് അധികാരമുണ്ട്. ഒന്ന് പറഞ്ഞേ അഭിഷേകത്തിന് ഒരധികാരമുണ്ട്. എല്ലാവരും പറഞ്ഞേ, അഭിഷേകത്തിന് ഒരധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ റോഡിലൂടെ പാഞ്ഞു പോകുന്നൊരു ബസ് അല്ലെങ്കിൽ ട്രക്ക്, ഒരെല്ലാം പോലീസുകാരൻ അവിടെ നിന്ന് സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ അവന്റെ മുമ്പിൽ ഞരങ്ങി നിൽക്കും. അധികാരത്തിന്റെ മുമ്പിൽ ശക്തി കീഴടങ്ങും. പിശാചിന് ശക്തി ഉണ്ടെങ്കിൽ അവന്റെ മേൽ അധികാരമുള്ളവനെയാണ് സേവിക്കുന്നത്. ഇതിനകത്ത് കർത്താവ് നിന്നോട് പറയുന്നത്, യൂസ് യുവർ അതോറിറ്റി. ദൈവം നിന്റെ മേൽ തന്നെ അധികാരം നീ ഉപയോഗിക്കണം. നീ മോനച്ചന് മാത്രമല്ല, ജോയൽ പാസ്റ്റർ മാത്രമല്ല, വിൻസൻ പാസ്റ്റർ മാത്രമല്ല, നിന്റെ മേൽ അധികാരമുണ്ട്. നിനക്ക് അധികാരമുണ്ട്. ദൈവം നിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്. പാസ്റ്റർ വന്നല്ല ശാസിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ നീ ശാസിച്ചു തുടങ്ങി. നിന്റെ തലമുറ മേൽ പിശാച് വെക്കുന്ന മുമ്പക്കത്തിലെ യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്തിൽ അതോറിറ്റി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ നിന്നെ ക്ലേശങ്ങളോട് പറ, ഭാരങ്ങളോട് പറ, നിരാശകളോട് പറ. രാത്രി വലിയ ദൈവശക്തിയുടെ വ്യാപരിക്കും. ആ സാധാരണമായ ദൈവശക്തി രാത്രിയുടെ വ്യാപരിക്കും. അസാധാരണമായ ദൈവശക്തിയ ഈ രാത്രി നിറയപ്പെടട്ടെ. ഏൽപ്പിച്ചു കൊടുക്ക. യേശുവേ, അസാധാരണമായ ശക്തി എന്റെ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ അധികാരം എന്റെ മേൽ തരണം. ഈ രാത്രിയിൽ എന്റെ മേലൊരു പ്രത്യേക അഭിഷേകം തരണം കർത്താവേ. ദുർത്താത്മ ശക്തികളെ ശാസിപ്പാനുള്ള അഭിഷേകം എന്റെ മേൽ തരണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്ന കൈ ഉയർത്തി പിടിച്ചാണ്. കർത്താവേ, നിന്റെ പ്രത്യേക അഭിഷേകം എന്റെ മേൽ തരണം. ദുർത്ത വ്യാപാരങ്ങളെ ശാസിക്കാനുള്ള അഭിഷേകം. പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകലത്തിൽ ചവിട്ടാനുള്ള അധികാരം എന്റെ കർത്താവ് എനിക്ക് തന്നു. അത് യൂസ് ചെയ്യുവാൻ എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, സ്പെഷ്യൽ
സ്പിരിച്വൽ അനോയിന്റിംഗ് ഞങ്ങളുടെ സന്താനത്തിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലകളായി ഈ രാത്രി മുതൽ ഞങ്ങൾ മാറട്ടെ. വലിയൊരു കവിഞ്ഞൊഴുക്കുന്ന രാത്രിയോടെ ഉണ്ടാകട്ടെ കർത്താവേ. ഇന്ന് രാത്രി ചിലർ പ്രവചിക്കട്ടെ കർത്താവേ. ഈ രാത്രി ചിലർ ദർശനങ്ങൾ കാണട്ടെ കർത്താവേ. ഈ രാത്രി ചില വെളിപ്പാടുകൾ കാണട്ടെ കർത്താവേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഈ രാത്രി ഇവിടെ വെളിപ്പെടട്ടെ. ഈ രാത്രി ഇപ്പോൾ ചിലർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചിലർ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ചില വിടുതൽ നടക്കട്ടെ കർത്താവേ. ചിലർ അന്യമാരട്ടെ കർത്താവേ. ചിലർ വാദങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവേ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവേ. വാദങ്ങൾ തുറക്കപ്പെടട്ടെ. ആദ്യം പാടിയ പാട്ട് പാടിയാൽ മതി. അഭിഷേകം പറഞ്ഞത് ആദ്യം അതൊന്ന് പാടാം. അഭിഷേകം പറഞ്ഞത് അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക. മൈക്കെടുത്ത് ആരാധന ആരാധന കൊണ്ട് Shakti
യേശു